ഹലോ ഹായ് ഇന്ന് എലൈൻ കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോയാണ്. അപ്പോൾ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ചേർന്നാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡും ലൈനിങ് ക്ലോത്തിൻ്റെ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം നമ്മുടെ ഫ്രണ്ടിലോട്ടായിരിക്കും. അതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ ഫ്രണ്ടിലോട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നെക്ക് ഫുള്ളായിട്ടൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ലൈനിങ് ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് തൊട്ട് മെയിൻ ക്ലോത്തിലെ ഈ ജോർജറ്റ് ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ നെക്ക് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ മറിച്ച് കൊടുക്കുമ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം നമ്മുടെ ഫ്രണ്ടിലോട്ടായിട്ട് നിൽക്കും. അതിനാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് ഫുള്ളായിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ആ സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത സ്റ്റിച്ചിൽ തട്ടാതെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മെയിൻ ക്ലോത്തിന് ഉള്ളിലോട്ട് ഇങ്ങനെ മറിക്കുമ്പോൾ ഇങ്ങനെ മറിക്കുമ്പോൾ ഈ ക്ലോത്തിൻ്റെ നല്ല വശം നമ്മുടെ ഫ്രണ്ടിലോട്ടായിട്ട് നിൽക്കും. ഡ്രസ്സില്ലേ ഈ കുർത്തീൻ്റെ ഫ്രണ്ടായിട്ട് നിന്നു. എന്നിട്ട് നമ്മൾ നെക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അരികിലൂടെ നമ്മളിപ്പോൾ ഇത് മറിച്ച് കൊടുത്തിട്ട് അരികിലൂടെ ഫുള്ളായിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എലൈൻ കുർത്തിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും രണ്ടിക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്, നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള പോർഷനാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങൾ തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു, നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് മറിച്ചിട്ട് നെക്കിൻ്റെ അരികിലൂടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ അരികിലൂടെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ബാക്കിലോട്ടുള്ള പോർഷൻ ചെയ്തെടുക്കാം. അതും ഇതുപോലെ നെക്ക് ലൈനിങ്ങും ഇതും കറക്റ്റാക്കി വയ്ക്കുക. ലൈനിങ്ങിൻ്റെ നല്ല വശത്തോട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നെക്ക് ഒരു 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം 1/2 ഇഞ്ചിൽ നെക്കൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ ഉറപ്പായൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോസ് ഇടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലല്ലേ വീഡിയോസ് ഇട്ടിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ എന്തിനാണ് വീഡിയോസ് ഇടുന്നത്? അതുകൊണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലെ നെക്ക് 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണോ ഇഷ്ടം, ഷോർട്ടായിട്ടുള്ള വീഡിയോസാണോ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് സ്റ്റിച്ചിൽ തട്ടാതെ ഇതേപോലെ ഒന്ന് കട്ടിട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ടിട്ടെടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് മറിച്ച് കൊടുത്തിട്ട് നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പം നമ്മൾ മറിക്കണില്ല, ബാക്ക് സൈഡ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതുപോലെ മറിച്ച് തയ്ക്കുക. അപ്പം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ലൈനിങ്ങിനെ ഒന്ന് പൊക്കി കൊടുക്കുക. ബാക്ക് സൈഡ് നമ്മളിങ്ങനെ വെച്ചിട്ട് ലൈനിങ്ങിന് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് നല്ല വശങ്ങളില്ലേ, ക്രീപ്പിൻ്റെ നല്ല വശം ഈ നല്ല വശത്തോട് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പിടിക്കുക. ഇത് രണ്ടും കൂടി നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് ലൈനിങ്ങുകൾ തമ്മിലും ഇതേപോലെ ചേർത്തിട്ട് 4ഉം കൂടി ഇങ്ങനെ ഒപ്പം പിടിക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തെയും കൂടി ജോയിൻ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. എന്നിട്ട് നമ്മൾ ഒന്നിലൂടെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചൊരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടതുപോലെ ആയില്ലേ.
അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഇപ്പുറത്തെ ഷോൾഡറും ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതാ ഈ ഫ്രണ്ട് പീസിൽ ഫ്രണ്ടിനെ ഈ ബാക്ക് സൈഡിലെ ലൈനിങ് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഈ നല്ല വശത്തോട് ചേർത്ത് വെക്കും. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഇതുപോലെ ഇങ്ങോട്ട് ചേർത്തി കൊടുക്കുക. അതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി ചേർന്ന് വന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. പറയണത് ക്ലിയർ ആവണില്ലെങ്കിലും കാണുമ്പോൾ ഒന്ന് മനസ്സിലാവില്ലേ? ഇതാ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് മറിച്ചിട്ടൊക്കെ ക്ലിയർ ആക്കി. ബാക്ക് സൈഡ് നമ്മൾ മറിച്ചിട്ട് നെക്കൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. നോക്കട്ടാ, ഇതാ ഇപ്പം ഇങ്ങനെ കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് ആ ബാക്ക് സൈഡ് ലൈനിങ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ആ നല്ല ക്ലോത്തിൽ, ആ നല്ല മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ലൈനിങ് ഒന്ന് പൊക്കിയിട്ട് ആ മെയിൻ ക്ലോത്തിലേക്ക് ഈ ഫ്രണ്ടിലെ മെയിൻ ക്ലോത്തിൽ അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ലൈനിങ്ങിലോട്ട് ഉള്ളിലോട്ട് കൂടി ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 4ഉം കൂടി ഒപ്പം പിടിക്കുക. മെയിൻ ക്ലോത്തിൻ്റെ 2ഉം ലൈനിങ് ക്ലോത്തിൻ്റെ 2ഉം ഇത് രണ്ടും നമ്മളിങ്ങനെ മൊത്തത്തിൽ 4ഉം കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തിരിച്ചൊരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അപ്പം നമ്മൾ അങ്ങനെ കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ടിത് നിവർത്തിയിട്ട് ഈ ലൈനിങ് ഒന്ന് ഉള്ളിലോട്ടാക്കി കൊടുക്കുക. ലൈനിങ് പീസ് ഇങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തില്ലേ. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ മറിച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ ഫ്രണ്ട്. അതുപോലെ നമ്മൾ ബാക്ക് മറിച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല. അപ്പം നമുക്ക് നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഷോർട്ടായിട്ടുള്ള വീഡിയോയാണ്, നന്നായി സ്പീഡിൽ പറയുന്ന വീഡിയോ ഒക്കെയാണ് താല്പര്യമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഈ വീഡിയോ തന്നെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഒന്ന് അത്യാവശ്യം സ്കിപ്പ് ചെയ്യാനുള്ളതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നല്ലോണം ഷോർട്ടാക്കിയിട്ട് ഇടാം. അപ്പോൾ ഷോർട്ടായിട്ടുള്ളത് വീഡിയോ കാണുന്നുള്ളവർ അത് കാണുക, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുള്ളവർക്ക് ഇതും കാണാമല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾക്ക് ഷോൾഡറിൽ കൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഈ ലൈനിങ് ഇല്ലേ, ഈ ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും ഇല്ലേ, ഇത് രണ്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കണം. രണ്ടും കൂടി ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തില്ലേ അതും ലൈനിങ്ങും കൂടി ഇങ്ങനെ ഫുള്ളായിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ ഫുള്ളായി ചേർത്ത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവും അതേപോലെ തന്നെ കറക്റ്റ് സ്ലീവിൻ്റെ കറക്റ്റ് ലൈനിങ് തന്നെ എടുക്കുക. ഈ സ്ലീവിൻ്റെ ലൈനിങ് ആ സ്ലീവിലും ആ സ്ലീവിൻ്റെ ലൈനിങ് ഈ സ്ലീവിലും എടുത്താൽ നമ്മൾ ഫ്രണ്ടിലോട്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലേ, അത് കറക്റ്റ് അത് തെറ്റിപ്പോവും. അതുകൊണ്ട് അതാത് മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ് തന്നെ കറക്റ്റാക്കി എടുക്കുക. അപ്പം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തതൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പം നമ്മൾ ലൈനിങ്ങും സ്ലീവും ഇങ്ങനെ കറക്റ്റാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മുകൾ ഭാഗം ഇത് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മളങ്ങനെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി സ്ലീവിൻ്റെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇതുപോലെ മുകൾ വശം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ മുകൾ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് സൈഡും ഇതേപോലെ തന്നെ ലൈനിങ്ങും ക്ലോത്തും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ക്ലോത്തൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ചുളിവൊന്നും വരാതെ കറക്റ്റാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തില്ലേ ജോർജറ്റിൻ്റെ ക്ലോത്ത് അത് രണ്ടും കൂടി നമ്മൾ ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലോത്ത് ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം, നിവർത്തി കറക്റ്റാക്കി കൊടുക്കണം, ചുളിവൊക്കെ വരാണ്ടിരിക്കാനായിട്ട്. ചുളിവ് വന്ന ലൈനിങ്ങും ഈ ക്ലോത്തും കൂടി നേരെ കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ സ്ലീവ് തയ്ച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ചുളിവൊക്കെ വരും. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ കറക്റ്റാക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ നമുക്ക് ഇപ്പുറത്തെ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതേപോലെ നമ്മൾ ഈ വശവും ഇങ്ങനെ ചേർത്ത് ലൈനിങ്ങും ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ എക്സ്ട്രാ പീസ് ഇങ്ങനെ എക്സ്ട്രാ ക്ലോത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ഈ എൻഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ് വന്നിട്ട് കരഭാഗം ആയതുകൊണ്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ്ട. മെയിൻ ക്ലോത്ത് വന്നിട്ട് കരഭാഗമല്ല, അതുകൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അത് നമ്മൾ ഇങ്ങനെ ഡബിൾ ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. എന്നിട്ട് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത സ്ലീവിലോട്ടുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക. ആദ്യം ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി പതിച്ചിങ്ങനെ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ എൻഡ് വശം കൂടി ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്തില്ലേ, അത് കൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തത് കൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിൽ കൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അപ്പുറത്തെ ഷോൾഡറിലും ഒരു പതിച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക. എൻ്റെ വീഡിയോസ് ആർക്കെങ്കിലും ഉപകാരം ആവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലൊക്കെ ഉപകാരം ആവുകയാണെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ ഷോൾഡർ പതിച്ച് സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന്. അപ്പം നിങ്ങൾ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുക. എന്നിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പുറം ആം ഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇപ്പുറത്തെയും ആം ഹോളിൽ നിന്ന് തുടങ്ങിയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ മുഴുവനായിട്ട് മൊത്തത്തിൽ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി എല്ലാ അരികും ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ചുളുങ്ങിയൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി ഫുള്ളായിട്ട് എല്ലാവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഫുള്ളായിട്ട് എല്ലാവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവിടെയും ഒന്ന് ഫുള്ളായിട്ട് ഞാൻ ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ എല്ലാവിടെയും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ലൈനിങ് വന്നിട്ടില്ലേ, ഈ ഷേപ്പുള്ള ഭാഗം വരെയാണ് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഷേപ്പ് കഴിഞ്ഞ് കുറച്ച് ലൈനിങ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഫുള്ളായിട്ട് ഷേപ്പ് കട്ട് ചെയ്തില്ല, അതും ഈ മെയിൻ ക്ലോത്തും കൂടി ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ എക്സ്ട്രാ ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവൊക്കെ നമ്മൾ എല്ലാവിടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 സ്ലീവിലോട്ടുള്ളതും നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുത്തിട്ട് സ്ലീവ് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ സ്ലീവ് വെക്കുന്ന സമയത്ത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല, അത് കറക്റ്റ് ഫ്രണ്ടിലോട്ട് തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. നല്ല വശങ്ങൾ അപ്പോൾ ഇതുപോലെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ കറക്റ്റാക്കി കൊടുത്തിട്ട് അപ്പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പുറം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തത് കറക്റ്റ് ഫ്രണ്ടിലോട്ട് വരണ്ടെന്ന് നോക്കണം. ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് സൈഡിലോട്ട് ആയിരിക്കണം നമ്മൾ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഭാഗത്തല്ലേന്ന് നോക്കണം. അപ്പം അങ്ങനെ കറക്റ്റ് ഫ്രണ്ട് സൈഡിലോട്ടാക്കിയിട്ട് തന്നെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം വെക്കണം. അത് ആദ്യത്തെ സ്ലീവ് വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പുറത്തെ സ്ലീവ് കൊണ്ട് ഇപ്പുറത്ത് വെച്ചാൽ അത് എന്താണ് ഈ കുഴിച്ച് കട്ട് ചെയ്തത് കറക്റ്റ് ആവില്ല, അത് തെറ്റിപ്പോവും. നമ്മൾ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു, എന്നിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ക്ലോത്തും സ്ലീവും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പം അങ്ങനെ സ്ലീവ് ഫുള്ളായി നമ്മൾ തിരിച്ചു കൊടുത്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് അപ്പം ഇങ്ങനെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് സ്ലീവ് ജോയിൻ ചെയ്തെടുത്തില്ലേ, ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം അപ്പുറത്തെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് സ്ലീവ് ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു. അപ്പം ഇങ്ങനെയാണ് സ്ലീവ് ജോയിൻ ചെയ്യുക. ടോപ്പിൽ സ്ലീവ് ഇങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുക. അപ്പം ഇപ്പുറത്തെ സ്ലീവ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്തെ സ്ലീവ് ചെയ്യുക. ഞാനത് കാണിക്കണില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ചൊന്ന് കണ്ടാൽ മതി. അപ്പം നമ്മൾ 2 സ്ലീവും ഇതേപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നായിട്ട് നമുക്ക് ടോപ്പിൽ നാട വെച്ച് കൊടുക്കണം. അപ്പം നാടയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നാടയ്ക്ക് നമ്മൾ 3 ഇഞ്ചിൽ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്തിട്ടൊന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വശത്തോട്ട് മടക്കുക. ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല വശം ഇതുപോലെ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിലൂടെ അരികിലൂടെ സ്റ്റിച്ച് കൊടുക്കണം. അപ്പം നല്ല വശത്തോട്ടാക്കിയിട്ട് നമ്മൾ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ സൈഡിലൂടെ ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ തയ്യൽ തുമ്പിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ചിട്ടെടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ടെടുക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഒപ്പമാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് നമ്മൾ ആ മൊനയുള്ള ഭാഗമില്ല ഒന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെ കുറച്ച് ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു കോല് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് നീളത്തിലുള്ളത് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ നാടനെ മുഴുവനായിട്ട് അതിലോട്ട് ആക്കി കൊടുത്തിട്ട് ഈ മറ്റേ മൊനയുള്ളതൊക്കെ ഇല്ലേ, ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി ആ കോല് കൊണ്ട് കുത്തി കൊടുത്ത് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കുക. എന്നിട്ട് നമുക്ക് അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പാക്കി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നാടയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതുപോലെ 2 നാടയും ചെയ്തെടുത്തു, 2 സൈഡിൽ വയ്ക്കാനുള്ളതും ചെയ്തെടുത്തു. എന്നിട്ട് വേണം നമുക്കിനി സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര തയ്യൽ തുമ്പിട്ടത് അതിട്ട് വേണം സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാം ഈ സൈഡ് വശങ്ങൾ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം സ്ലീവ് ഒന്ന് നിങ്ങൾക്ക് സ്ലീവിൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5.5 എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 5.5 മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ആം ഹോളിൻ്റെ അവിടെ എത്രയാണോ അളവ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലിവിടെ ഒരു 9 മാർക്ക് ചെയ്ത് കൊടുക്കണത്. നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു 9 മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ സ്ലിറ്റ് ഇറക്കം ഒരു 10-9 നമ്മൾ സ്ലിറ്റ് ഇറക്കം ഷേപ്പിൻ്റെ അവിടെ നമ്മൾ
കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അത് ഒന്നുകൂടി ഒന്ന് കറക്റ്റാക്കി ഒന്ന് അളന്ന് കൊടുക്കുക. ഇങ്ങനെ ഇവിടെ നിന്നൊരു 12 അളക്കുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊരു 19 മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 19 വരുന്നവിടെ നിന്ന് നിങ്ങളുടെ ഷേപ്പ് എവിടെയാണ് പറഞ്ഞാൽ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. ഒരു 20 ആണെങ്കിൽ നിങ്ങൾ 20 മാർക്ക് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഒരു 19 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എത്ര തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്, ഞാൻ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. ഞാനിപ്പോൾ 1.5 എടുക്കണുള്ളൂ. ഞാൻ അത്യാവശ്യം ലൂസിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആവണമെങ്കിൽ നിങ്ങൾ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കട്ട് ചെയ്യുമ്പോൾ ഇട്ടത് പറഞ്ഞാൽ 2 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കോ. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ച് കൊടുക്കണുള്ളൂ, ഇത്തിരി ലൂസ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ പോയിൻ്റ് അളവ് ചെയ്ത് പോയിൻ്റ് ഇട്ടില്ലേ, അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഷേപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നാട എത്ര ഇറക്കത്തിൽ നാട വെക്കേണ്ടത് പറഞ്ഞാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 8 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ അവിടെയാണ് നാട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ളത് കൂടി ഒന്ന് പോയിന്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ അളവെടുത്തിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ കൈയിൻ്റെ അവിടെയൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുക. ആം ഹോളിൻ്റെ അവിടെയില്ല, അവിടെയൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുത്തില്ലേ, ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്ത് പോവുകയല്ല, സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾക്ക് നാട വെക്കാനായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അവിടെ വന്നിട്ട് നമുക്ക് നാട വെച്ച് കൊടുക്കാം. അപ്പം നാട ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് നാട വെച്ച് കൊടുക്കുക. നാട കറക്റ്റ് ആ ലൈനിട്ട് അവിടെ വെച്ച് കൊടുക്കുക. നാട നമ്മൾ സ്റ്റിച്ച് താഴ്ഭാഗത്തേക്കും സ്റ്റിച്ചിങ് ഇല്ലാത്ത ഭാഗം വന്നിട്ട് നാടയുടെ സ്റ്റിച്ചിങ് ഇല്ലാത്ത ഭാഗം മുകളിലോട്ട് വരുന്നത് പോലെയും വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആ വര പോയിന്റ് ഇട്ട് കൊടുത്തില്ലേ നാടയ്ക്ക് വേണ്ടിയിട്ട്, അവിടെ ആക്കിയിട്ട് നാട വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഷേപ്പ് ചെയ്ത വരയിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഇങ്ങനെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ നമ്മൾ ലൈനിങ് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ എത്തുമ്പോൾ നമ്മൾ ഷേപ്പ് ഇല്ലാണ്ട് ഫുൾ കട്ട് ചെയ്തില്ലേ, അവിടെ വിടുക. ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തത് വരെ മാത്രം നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതുകൊണ്ട് ഷേപ്പ് ഇല്ലാണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തില്ലേ, അതൊന്ന് ഇതേപോലെ 2 സൈഡൊന്നും പൊക്കി കൊടുക്കുക. താഴത്തുള്ളതും നീക്കി കൊടുക്കുക. ഈ ഫ്രണ്ടിലുള്ള ലൈനിങ് പൊക്കി കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് മെയിൻ ക്ലോത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് മെയിൻ ക്ലോത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങുകൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്നിട്ട് നമ്മൾ ക്ലോത്ത് കുറവായതുകൊണ്ട് നമ്മൾ കറക്റ്റായി ഷേപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മളങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ വിട്ടു. ആ വിട്ട ഭാഗമാണ് നമ്മളിപ്പോൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കറക്റ്റ് ഷേപ്പുള്ള ഭാഗം നമ്മളെ മെയിൻ ക്ലോത്തിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ഇറക്കുമ്പോൾ പിന്നെ നാടയ്ക്കുള്ളത് കൊണ്ട് മറ്റേ നാട വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് മെയിൻ ക്ലോത്ത് മാത്രം സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അടുത്ത വശവും ജോയിൻ ചെയ്ത് എടുക്കേണ്ടത്. ഡൗട്ട് തോന്നി നിങ്ങൾ ബാക്ക് അടിച്ച് കാണുക. നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പുറത്തെ സൈഡും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കറക്റ്റാക്കിയിട്ട് നോക്കാം. നെക്ക്, ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ നാടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു ടോപ്പിൻ്റെ ഉള്ള പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ലൈനിങ്ങിൻ്റെ അടിവശവും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ സാധാരണ ഒരു ടോപ്പിൻ്റെ ലൈൻ കുർത്തീൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് 2 ഇഞ്ചിൽ കുറച്ച് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, ബാലൻസ് വന്നത്. അത് ഞാനിത് ഒരവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു, ഒരവിടെ ജസ്റ്റ് ഒറ്റ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നമ്മളത് ഫുള്ളായിട്ട് ആ 2 ഇഞ്ചിൽ കട്ട് ചെയ്തതൊക്കെ ഇതേപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ഫുള്ളാക്കി ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് വന്നിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു, 1 സൈഡ് വന്നിട്ട് ഒറ്റ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കാം. നമ്മൾ ഈ ടോപ്പിൻ്റെ ഏറ്റവും എൻഡിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൽ ഫ്രിൽസ് ഇട്ടെടുക്കണം. നിങ്ങൾക്ക് സെൻറ്ററിലൂടെ ഫ്രിൽസ് ഇട്ടിട്ട് വേണമെങ്കിൽ ആ ടോപ്പിൻ്റെ
ടോപ്പിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗം ടോപ്പിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിന് സെൻറ്ററിലൂടെ ഫ്രിൽസ് ഇട്ടിട്ട് നമുക്കിത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു മോഡൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ സൈഡിലൂടെയാണ് ഞാൻ ഞൊറിവിട്ട് കൊടുക്കുന്നത്. ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത് സൈഡിലൂടെയാണ്. ഫ്രിൽസ് ഇടാനായിട്ട് നിങ്ങൾ സ്റ്റിച്ച് വന്നിട്ട് ഒരു 5-ലിട്ട് കൊടുക്കുക. എന്നിട്ട് നൂല് വരുന്ന അവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫ്രിൽസിൻ്റെ വീഡിയോ. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. അതിൽ ഞാൻ സ്റ്റിച്ചൊക്കെ എത്ര ഇടണം, നൂല് വരുന്ന ഭാഗം ടൈറ്റ് ആക്കണം എന്നൊക്കെ ഒന്ന് ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫ്രിൽസ് ഇടുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ഇത്രയേ ഉള്ളൂ. ആ മറ്റേ സ്റ്റിച്ച് വരുന്നതില്ലേ, അത് നമ്മൾ 1-ലിട്ടിട്ട് 2-ലിട്ടിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുക. അത് 5-ലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ നൂല് വരുന്ന അവിടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഫ്രിൽസായിട്ട് വരും. അപ്പം നമ്മൾ ഈ സൈഡിലൂടെയാണ് ഫ്രിൽസ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ തന്നെ ഫുള്ളായിട്ട് ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫ്രിൽസ് ഇട്ടെടുത്തു. ഇനി ഇത് നമുക്ക് ടോപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം, അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, വെച്ച് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ഫ്രിൽസ് ഇട്ടും. അപ്പോൾ ഇത് നമ്മൾ ടോപ്പിൻ്റെ ഏറ്റവും എൻഡിൽ വെച്ച് കൊടുക്കുക. അപ്പം അതിനായിട്ട് നമ്മൾ ഈ ടോപ്പിൻ്റെ നല്ല വശത്തോട്ട് ഈ നമ്മൾ ഫ്രിൽസ് ഇട്ടതിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. നമ്മൾ ഒറ്റ ഫോൾഡ് ചെയ്ത സൈഡിലൂടെയാണ് കേട്ടോ ഫ്രിൽസ് ഇട്ടെടുത്തിരിക്കുന്നത്. ഡബിൾ ഫോൾഡ് ചെയ്തത് നമ്മൾ ഏറ്റവും എൻഡിലോട്ട് നിൽക്കണം. ഡബിൾ ഫോൾഡ് ചെയ്തത് കരഭാഗമായിട്ട് നിൽക്കണം. അപ്പം നമ്മൾ ഒറ്റ ഫോൾഡ് ചെയ്തതിൽ കൂടെയാണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഈ ഫ്രിൽസ് ഇട്ടെടുത്തിട്ടില്ലേ, ഇത് ഫുള്ളായിട്ട് ഈ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഈ ഫ്രിൽസ് ഇട്ടത് നമ്മൾ ഈ ടോപ്പിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കാം. പതിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ തയ്യൽ തുമ്പിൽ അതൊക്കെ മുകളിലോട്ടാക്കി കൊടുക്കുക. ഈ തയ്യൽ തുമ്പിനെ ഈ മുകളിലോട്ടാക്കി വെക്കുക. മുകളിലോട്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കുക. മുകളിലോട്ടാക്കിയിട്ട് അതിങ്ങനെ മുകളിലോട്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പതിച്ച് സ്റ്റിച്ച് കൊടുക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പം നമ്മളിങ്ങനെ ഫുള്ളായിട്ടും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എലൈൻ കുർത്തീൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് വീഡിയോയാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.